പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈനെ സംബന്ധിച്ചുള്ള ലേറ്റസ്റ്റ് ന്യൂസുകളാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. പ്രസന്നമായി കഴിഞ്ഞ ബാക്ക്ലാഷ് 2024 ബ്ലഡ് ലൈനിലേക്ക് പുതിയൊരു മെമ്പർ കൂടി വരുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സ്വയം ട്രൈബൽ ചീഫ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലഡ് ലൈൻ്റെ ആ ഒരു നേതൃത്വ പദവി ഏറ്റെടുത്ത സോളോ സിക്കോവ അദ്ദേഹത്തിൻ്റെ കീഴിൽ പുതിയ മെമ്പേഴ്സിനെ കൊണ്ടുവന്നുകൊണ്ട് ബ്ലഡ് ലൈനെ പഴയ ആ ഒരു പ്രതാപത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോൾ ഹേമനെ മാത്രമാണ് ബ്ലഡ് ലൈൻ ഗ്രൂപ്പിൽ അദ്ദേഹം നിലനിർത്തിയിട്ടുള്ളത്. പോൾ ഹേമൻ ആണെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ നിൽക്കാനുള്ള ഒരു ഇഷ്ടവും ഇല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനങ്ങൾക്കൊന്നും നിലവിൽ ബ്ലഡ് ലൈനിൽ യാതൊരുവിധ വിലയുമില്ല. ബ്ലഡ് ലൈനിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് പോൾ ഹേമൻ ഒന്നും അറിയുന്നില്ല. അദ്ദേഹം നമ്മളെപ്പോലെ ഇതെല്ലാം ഒരു കാഴ്ചക്കാരനെ പോലെ കണ്ടുനിന്ന് കാണുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് ലൈൻ വേഴ്സസ് ബ്ലഡ് ലൈൻ തമ്മിലുള്ള ഒരു വാർ ഗെയിംസ് മത്സരം വരാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് ബാക്ക്ലാഷിലൂടെ അവർ കാണിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ കെവിൻ ഓവൻസ്, റാൻഡി ഓട്ടൻ തുടങ്ങിയവർക്കെതിരെ സോളോ സിക്കോവയും ടാമ ടോങ്കയും കളിച്ച ആ ഒരു സ്ട്രീറ്റ് ഫൈറ്റ് മത്സരത്തിൽ ആ ബ്ലഡ് ലൈൻ ഗ്രൂപ്പ് വിജയിക്കാൻ കാരണം ടാങ്ക ലോ എന്ന് പറയുന്ന പുതിയ റെസ്ലർ വന്നതാണ്. അപ്പോൾ ടാങ്ക ലോ എന്ന് പറയുന്ന പുതിയൊരു റെസ്ലർ വരുന്നതും ബ്ലഡ് ലൈനിൽ ജോയിൻ ചെയ്തതിന് ശേഷം അവരുടെ ആ ഒരു റിങ്ങിലെ ഭാഗങ്ങൾ അവസാനിച്ചു എന്നുണ്ടെങ്കിലും ബാക്ക് സ്റ്റേജിലെ ചെറിയൊരു സെഗ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചത് ജെ ഊസോ അദ്ദേഹത്തിൻ്റെ വേൾഡ് ടൈറ്റിൽ മത്സരത്തിന് വേണ്ടി വാമപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്ത് അങ്ങോട്ടേക്ക് സോളോ സിക്കോവയും ഈ പുതിയ രണ്ട് മെമ്പേഴ്സും കൂടി കയറി വരുന്നു. അവർ ജസ്റ്റ് കുറച്ച് സെക്കൻഡുകൾ ജെ ഊസോയുമായി ഫേസ് ടു ഫേസ് നിൽക്കുന്നു. അതിനുശേഷം അവർ അവിടെ വിട്ട് പോകുന്നത്. അപ്പോൾ കണ്ണുകൾ കൊണ്ടുള്ള ഒരു സ്റ്റോറിയാണ് അവർ അവിടെ പറയുന്നത്. അതായത് ജെ ഊസോയുടെ സഹോദരനാണ് സോളോ സിക്കോവയുടെയും ജെ ഊസോയുടെയും കസിൻസാണ് ഈ ടാമ ടോങ്കയും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും എന്ന് പറയുന്നത്. അപ്പോൾ സോളോ സിക്കോവയും ജെ ഊസോയും കണ്ണിലൂടെ പറയുന്ന ഒരു സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, നീ പോയാലും ബ്ലഡ് ലൈനെ താങ്ങി നിർത്താൻ ഞങ്ങൾക്ക് സാധിക്കും, പുതിയ മെമ്പേഴ്സിനെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിക്കും, നീയും ഒരുങ്ങിയിരുന്നോ, നിനക്കും പണി വരുന്നുണ്ട് എന്നുള്ളതാണ് സോളോ കണ്ണുകൊണ്ട് പറയുന്നത്. അതിനുശേഷം സോളോയും ഈ ടാമ ടോങ്ക ബ്രദേഴ്സുമൊക്കെ ബാക്കിലേക്ക് പോയതിന് ശേഷം പിന്നീട് അവിടെ പോൾ ഹേമൻ വരുന്നുണ്ട്. പോൾ ഹേമൻ്റെ ആ ഒരു കണ്ണിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ നിസ്സഹായാവസ്ഥയാണ്. അതായത് തനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, തന്നെ കൊണ്ടൊന്നും കുട്ടികൾ കൂടില്ല എന്നുള്ള ഒരു നിസ്സഹായാവസ്ഥയാണ് നമുക്ക് പോൾ ഹേമൻ്റെ കണ്ണിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ്, സോളോയും ടാമ ടോങ്കയും പോയ ആ ഒരു വഴിയേ അല്ല പോൾ ഹേമൻ പോയത്. പോൾ ഹേമൻ ജെ ഉസോയുടെ പിറകിലൂടെയാണ് പോയത്. അപ്പോൾ സോളോയുടെ പിന്നാലെ പോകാൻ താൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളൊരു അർത്ഥവും ആ ഒരു ചെറിയൊരു ഡീറ്റെയിലിങ്ങിലൂടെ അവർ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് പോൾ ഹേമന് സോളോയെ താല്പര്യമില്ല, റോമനെയാണ് താല്പര്യം. അപ്പോൾ ജെ ഊസോ അതുപോലെ തന്നെ സോളോ സിക്കോവ ഇവർ ഫേസ് ടു ഫേസ് വരുന്നതിലൂടെ ഇവർക്ക് തമ്മിലുള്ള പ്രശ്നം പിന്നെയും വരാനുള്ള സാധ്യതയുണ്ട്. അതിലൂടെ ഒരു ബ്ലഡ് ലൈൻ വേഴ്സസ് ബ്ലഡ് ലൈൻ വാർ ഗെയിംസ് മത്സരത്തിന് തന്നെയാണ് സാധ്യത കൂടുതലുള്ളത്. ഇതെല്ലാം ഇൻ്റർ കണക്ട് ചെയ്യപ്പെടാൻ പോകുന്നത് സർവൈവർ സീരീസിൻ്റെ സമയത്തായിരിക്കും. ആ ഒരു സമയത്ത് റോമൻ്റെ ഒരു തിരിച്ചുവരവ്, റോമൻ റെയിൻസിൻ്റെ കീഴിൽ പഴയ ഒരു ബ്ലഡ് ലൈൻ ഒരുമിക്കുന്നത്, റീയൂണിയൻ ചെയ്യുന്നത്, അപ്പുറത്ത് സോളോ സിക്കോവ പറയുന്ന ആ ഒരു ലീഡർ വരുന്ന ആ ഒരു ബ്ലഡ് ലൈൻ ഗ്രൂപ്പ്, അത് വേണമെങ്കിൽ റോക്കാകാം. അപ്പോൾ അതൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. എന്തായാലും പുതിയൊരു ബ്ലഡ് ലൈനും പഴയ ബ്ലഡ് ലൈനും തമ്മിലുള്ള ഒരു വാർ ഗെയിംസ് മത്സരം വരുന്നതിൻ്റെ എല്ലാ സാധ്യതകളും ബാക്ക്ലാഷിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.